ഗുഡ് മോർണിംഗ്. എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും നന്മകൾ വരട്ടെ. ഞാനിപ്പോൾ ലൈവ് വരാൻ കാരണം ഒരുപാട് നല്ല ആൾക്കാർ ഈ സമൂഹത്തിന് വേണ്ടി നന്മകൾ ചെയ്യുന്നുണ്ട്. നന്മകൾ ചെയ്യുന്നത് ഞാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു കുട്ടി വയ്യാണ്ടായി കഴിഞ്ഞാൽ അത് ഉടനടി അവരുടെ കയ്യിലെത്തി അവരത് ഷെയർ ചെയ്ത് എല്ലാവർക്കും എത്തിക്കുന്നുണ്ട്. അവരും ഷെയർ ചെയ്ത് കൊടുക്കും. നമ്മളത് പറയാൻ കാരണമുണ്ട് കേട്ടോ. ഒരുപാട് ആൾക്കാർ പേരൊന്നും ഞാൻ പറയുന്നില്ല. ചിലവരത് വേണ്ടാന്നും പറഞ്ഞ കുറേ ആൾക്കാരുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ മുമ്പ്. നമ്മൊരു ആളെ ഹെൽപ്പ് ചെയ്യുമ്പോൾ, ഞാൻ ഒരു വ്യക്തിയെ സഹായിക്കുമ്പോൾ ആ വ്യക്തി ഞാൻ അറിഞ്ഞാൽ മതി. പുറം ലോകം അറിയേണ്ട കാര്യമില്ല. അതാണ് ഞങ്ങളുടെ ഇത് ഖുർആനിൽ പറയണം. അതായത് വലത് കൈ ചെയ്യണം, ഇടത് കൈ അറിയുന്നത്. ഞാനൊരു കുറ്റം പറയാനല്ല കേട്ടോ. പക്ഷെ ഒരു വ്യക്തി ഈ അടുത്ത് ഞാൻ ശ്രദ്ധിക്കണം. അയാളെ വായിന്ന് ഒരു പൊട്ട വർത്താനം എന്ന് പറഞ്ഞാൽ കയറിയൊന്നല്ല കേട്ടോ. ഞാൻ ശ്രദ്ധിക്കുകയാണ്. സമൂഹത്തിന് നന്മ ചെയ്യണതൊക്കെ നല്ലതാണ്. പാവപ്പെട്ടവരെ സഹായിക്കുക, വീടില്ലാത്തവർക്ക് വീട് കൊടുക്കുക, അല്ലെങ്കിൽ സഹായിക്കണമൊക്കെ നല്ലതാണ്. നമുക്ക് അറിയിക്കാത്ത ചിലപ്പോൾ പൈസ ചിലപ്പോൾ കുറച്ച് കയ്യിലുണ്ടെങ്കിൽ അതൊക്കെ ചെയ്തു കൊടുക്കണമൊക്കെ നല്ലതാണ്. അതിനൊക്കെ സപ്പോർട്ട് ചെയ്യണമാണ്. പക്ഷെ ഇപ്പോൾ ആ വ്യക്തിയെ ഞാൻ കുറച്ച് ദിവസമായിട്ട് ശ്രദ്ധിക്കുകയാണ്. ആ വ്യക്തി ഉപകാരം ചെയ്യുന്നുണ്ട്. അതുപോലെ ആ വ്യക്തിയുടെ വായന തന്നെ അത് മുതലെടുക്കുന്നുണ്ടാവും. വേറെ ആരുമല്ല, കോട്ടയത്തൊരു ജ്വല്ലറി കട നടത്തുന്ന അച്ചായനാണ്. ഞാൻ അയാളുടെ വീഡിയോ കാണുന്നത് ഇപ്പം ഞാൻ അങ്ങനെ കാണുമ്പോൾ തന്നെ കട്ട് ചെയ്യും. അയാളൊരു ഡയലോഗ് ഇടയ്ക്ക് വായിൽ പറയും. എൻ്റെ വീഡിയോ കണ്ട് ലൈക്ക് അടിക്കുക, കമൻറ്റ്സ് ചെയ്യുക, ഷെയർ ചെയ്യുക, എനിക്ക് സപ്പോർട്ട് നിങ്ങളൊക്കെ വിളിക്കും. എന്തിനാണ് നമ്മളൊക്കെ ഈ വ്യക്തി ഇതൊക്കെ കണ്ടിട്ടുണ്ടോ ഈ സഹായം ചെയ്യണത്? അല്ല, അങ്ങനെ സമൂഹത്തിൽ ആൾക്കാരുണ്ട് കേട്ടോ. 1 ലക്ഷം കൊടുത്തിട്ട് 10 ലക്ഷം ഉണ്ടാക്കണ ആൾക്ക്. അല്ല, ഈ വ്യക്തി പിന്നെ എന്തിനാണ് ഈ സമൂഹത്തിന് സഹായം ചെയ്യണത്? അറിയാൻ പാടാണ് ചെയ്യും. ഞാനീ പറയണത് ഒരു വ്യക്തിയെക്കുറിച്ച് കുറ്റം പറയാനല്ല. നമ്മൾ നല്ലത് ചെയ്യുമ്പോൾ ഇഷ്ടമുള്ളവരത് ചെയ്യണത് അത് അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഇഷ്ടം കൊണ്ട് ചെയ്യണം. നമ്മൾ ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻറ്റ്സ് ചെയ്യുക, അതൊക്കെ നമ്മൾക്ക് ഇഷ്ടം കൊണ്ട് ചെയ്യണം. ഇത് ഒരു പൊട്ട വർത്തമാനമാണ്. അത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം ഈ വ്യക്തിയുടെ വായിന്ന് വരുന്നത്. എൻ്റെ പൊന്നിച്ചായ ഇനി മേലിൽ ഈ സമൂഹത്തിൽ ഈ ലോകത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. നിങ്ങളെങ്ങാട്ടി നല്ല ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ആ വ്യക്തികളൊന്നും ഇങ്ങനെയൊന്നും പറയാറില്ല. പക്ഷെ ചായനൊരു ഈ പൊട്ട വർത്താനം പറയണത് അത് നിർത്തിക്കോ. ഇനി മേലിൽ പറയരുത്. മനസ്സിലാവണം. ഞാൻ കുറച്ച് ദിവസമായി ശ്രദ്ധിക്കണം ചായൻ്റെ ഡയലോഗുകൾ. അപ്പോൾ നന്മ ചെയ്യണത് നല്ലതാണ്, നല്ല കാര്യമാണ്. അതിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇനി വിളിച്ച വർത്താനം കൊണ്ട് അച്ചായം വരരുത്. ദൈവത്തെ നിർത്തിക്കോ. ഉപകാരം ചെയ്തിട്ട് പിന്നെ അതിൻ്റെ ഇതിൽ കൂടെ ഈ വിളിച്ച വർത്താനം കൊണ്ട് വേണ്ട അച്ചായം. പ്ലീസ് ദൈവത്തെ ഓർത്ത് ഞാൻ പറയും. ഷെയർ ചെയ്യും, കമൻറ്റ്സ് ചെയ്യും, ലൈക്ക് അടിക്കുക, അങ്ങനെയൊന്നും പറയാണ്ടിരിക്കുക. ഹെൽപ്പ് ചെയ്യുക. ലൈക്ക് അടിക്കുന്നവർ, കമൻറ്റ്സ് ചെയ്യണവർ, ഷെയർ ചെയ്യണമൊക്കെ ചെയ്തു പോകും. അച്ചായനെ കൂടെ കുട്ടിക്കാലത്തിൽ പറയണ്ട. അത് പറയണത് അച്ഛനും വിഷമം തോന്നി ക്ഷമിക്കാനുള്ളൂ. ഇനി മേലിൽ കളിച്ച വർത്താനം പറയുന്നില്ല. അപ്പോൾ ശരി, ബൈ.